ഹലോ ഗൈസ്, കുക്കിംഗ് വാസ് നെവർ മൈ തിങ്. കുക്കിംഗ് മാത്രമല്ല കേട്ടോ, പാത്രം കഴുകലും അരിയലും പറക്കലും അങ്ങനെ അടുക്കളയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒന്നും എൻ്റെ ഏരിയയെ ആയിരുന്നില്ല ഏതാണ്ട് ഒരു 4 ഇയേഴ്സ് മുന്നേ വരെ. ഞാൻ എൻ്റെ വീട്ടിലെ സെക്കൻഡ് ചൈൽഡ് ആയിട്ടാട്ടോ ജനിച്ചത്. ദാറ്റ് മീൻസ് എനിക്ക് മുകളിൽ ഈ മേൽപ്പറഞ്ഞ പണികളൊക്കെ എടുക്കാൻ ഒരാളൂടെ ഉണ്ടായിരുന്നു എന്ന്. അതെ, എൻ്റെ ചേച്ചി. പണ്ട് അമ്മ എന്തേലുമൊക്കെ പണി പറയുമ്പോൾ ഞാനൊരു ബുക്കും എടുത്ത് ഒരൊറ്റ പോക്കാം. പിറ്റേന്ന് എന്തോ വലിയ എക്സാം ഉള്ള പോലെ. പാവം, ബലിയാടാവുന്നത് എൻ്റെ ഈ ചേച്ചിയായിരുന്നു. അമ്മയാണേൽ ഈ പണിയൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. കാര്യം എനിക്കിത് അടവൊക്കെ ആണെങ്കിലും അമ്മയുടെ കണ്ണിൽ ഞാൻ പഠിക്കാനിരുന്നു പോയില്ലേ. ഞാൻ എത്രയൊക്കെ ഉടായി പറക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ചില ജോലികൾ ഞങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ മുൻവശവും ഹാളും ബെഡ്റൂമും തൂക്കുന്ന ജോലി എനിക്കും, വീടിൻ്റെ ബാക്ക് സൈഡും കിച്ചണും തൂക്കുന്ന ജോലി അവക്കുമായിരുന്നു. പോരാത്തതിന് അമ്മ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ചോറ് വെച്ച് വെക്കുന്ന ജോലിയും പാത്രങ്ങൾ കഴുകുന്ന ജോലിയും അവക്കായിരുന്നു. അവിടെയും ഞാൻ അതിവിദഗ്ധമായി അടുക്കളയിൽ നിന്ന് മാറി നിന്നു. ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം പരസ്പരം പിണങ്ങാൻ ആളില്ലാതെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കും. അതൊരു റിയലൈസേഷനാണ്, നമ്മൾ ലൈഫിൽ എത്രമാത്രം മുന്നോട്ട് വന്നു എന്നുള്ള റിയലൈസേഷൻ. ലൈഫ് ലെസൺസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ താരം സോയ ചങ്ക്സ് ആണ്. സോയ ആകുമ്പോൾ 2-3 ദിവസത്തേക്കുള്ള കറിയുമായി, എന്നാൽ ഒരു 10-30 രൂപയ്ക്ക് കാര്യവും കഴിഞ്ഞു. എൻ്റെ ഒട്ടുമിക്ക കറികളുടെയും ബേസ് ഉള്ളി, സവോള, തക്കാളി, പച്ചമുളക്. ഇതാണ്. എൻ്റെ ഈ പാചക പരീക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്, ഞാനിതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ ചെയ്യുന്നതെന്ന്. പിന്നെ എങ്ങനെയോ അവസാനം ഉണ്ടാക്കി വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത്. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അവസാനം നല്ല ബീഫ് കറിയുടെ ടേസ്റ്റിലായിരുന്നു ആശാന പുറത്തെടുക്കുന്നത്. ഇത് അത്രയൊന്നും വരില്ലെങ്കിലും കൊള്ളാം. അപ്പോൾ ബൈ ഗൈസ്.